അസ്സലാമു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു തൊലിയൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പഴമൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം നോക്കിയെടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു കേക്കിന്. ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കാം. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് അളവിൽ മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേക്കിന്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പഞ്ചസാരയും അതേപോലെ ബട്ടറും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. പക്ഷേ പഴം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ട് എക്സ്ട്രാ വാനില എസൻസിൻ്റെ ആവശ്യമില്ല. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റെയിനർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ഈ ഒരു ബാറ്ററിലോട്ട് അരിച്ച് മാറ്റാം. അപ്പോൾ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ആദ്യം ആ ഒരു പകുതി ഭാഗത്തോളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്കി കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ ബീറ്റിംഗ് ആയി പോകാതെ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഒരേ ഡയറക്ഷനിൽ വേണം ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിരുന്നു. അതുകൊണ്ടൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് പാല് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്ത സമയത്ത് കുറച്ചുകൂടെ പാലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം പാൽ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇനി അഥവാ നമ്മുടെ ബാറ്റർ ലൂസായി പോവുകയാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കാതെ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ അതിനുള്ളിൽ വലിയ ഹോൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മൈദപ്പൊടി കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് കമഴ്ത്തി പിടിച്ചൊന്ന് കൊട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പാത്രത്തിൽ എക്സസ് ആയിട്ടുള്ള മൈദപ്പൊടിയൊക്കെ അങ്ങ് പുറത്തോട്ട് പോകും. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിലുള്ള എയർ ബബിൾസൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുക്കറോ അതല്ലെങ്കിൽ അടികട്ടിയുള്ള വേറെ ഏത് പാത്രം വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്റ്റാൻഡ് അടിയിൽ വെച്ചിട്ട് വേണം ബാറ്റർ വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റായിട്ട് വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് അടിഭാഗം കരിഞ്ഞു പോവും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 45 മുതൽ 55 മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് മൈദയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചും അതേപോലെ ഈ ഒരു ഫ്ലെയിമിനനുസരിച്ചൊക്കെ ഈ ഒരു കുക്കിംഗ് ടൈമൊക്കെ മാറ്റം വരും. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പൊന്ന് എടുത്തിട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്കുമേൽ ഒന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ ഒട്ടും വെന്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതേപോലെ പറ്റി പിടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് തുറന്നിട്ട് ഈ ഒരു കേക്ക് നന്നായി വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പം ഞാനിവിടെ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ സ്റ്റിക്കുമ്മേലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പുറത്തെടുത്ത് വെക്കാം. കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ അടിഭാഗവും അതേപോലെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കേക്കിൻ്റെ 4 സൈഡും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു കേക്കിന് കറക്റ്റ് ആ ഒരു ടീ കേക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ കേക്കൊക്കെ കഴിക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും വെച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അല്ലെങ്കിൽ ആ ഒരു കേക്കിന് ബേക്കിംഗ് പൗഡറിൻ്റെ അതേപോലെ മൈദയുടെയൊക്കെ ഒരു കുത്തുന്ന ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്